ദൈവം കൊടുത്ത ആയുസ് ധന്യമായി പൂർത്തിയാക്കി കുടുംബജീവിതത്തിൻ്റെ സന്തോഷവും അനുഗ്രഹങ്ങളുമൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് സ്വീകരിച്ച് ദൈവവിളിയായിട്ട് ദൈവസന്നിധിയിലേക്ക് ഈ മാതാവ് യാത്രയാവുകയാണ്. ഇന്ന് ആരാധനയിൽ പരിശുദ്ധ ഏവങ്കേലിയോനിൽ നാം വായിച്ചത് നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാര കാലത്ത് കർത്താവ് ഭൂമിയിൽ പൂർണ്ണദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു ദൈവശാസ്ത്രപരമായി പറയുമ്പോൾ. അതേസമയം തന്നെ ലൂക്കോസ് എവങ്കേലിസ്റ്റ് അവിടെ എഴുതിയിരിക്കുന്നു, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവത്തിൻ്റെ കൃപ കൂടെ ഉണ്ടായിരുന്നു. മനുഷ്യ ജീവിതത്തിൽ ഒരു ശിശുവായി അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന സമയം മുതൽ മനുഷ്യർ വളരുകയാണ്, വികാസം പ്രാപിക്കുകയാണ്. ശാരീരികമായി നമ്മൾ തിരിച്ചറിയാറുണ്ട്, 10-40 വയസ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ ഓരോ കോശങ്ങളും പിന്നെ വളരുകയല്ല, ജീർണിക്കുകയാണ്. അപ്പോഴും മനസ്സ് വികാസം പ്രാപിക്കുവാൻ, വളരുവാൻ, ഉള്ളിലുള്ള മനുഷ്യൻ വളരുകയും വികാസം പ്രാപിക്കുകയും ചെയ്യുക. മനുഷ്യൻ ശരീരം മാത്രമുള്ള വ്യക്തിയല്ല, മനസ്സും ആത്മാവും ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. അത് തുടർന്നും പരിശുദ്ധനായ പൗലോസ് തന്റെ ലേഖനത്തിൽ ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത് ബാഹ്യമായ ഒരു മനുഷ്യനെ കുറിച്ച് അതിൻ്റെ നീളവും മണ്ണവും നിറവും ഒക്കെ നമ്മൾ പറയുമെങ്കിലും മനുഷ്യന്റെ ഉള്ളിലും ഒരു ഇന്നർ മാൻ, ഒരു അകത്തെ മനുഷ്യനുണ്ട് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതൊരിക്കലും ഇല്ലാതെ പോകുന്നില്ല, അത് വളരുകയാണ്. ഈ അമ്മയും ആ ഒരു ഘട്ടത്തിലേക്ക്, വളർച്ചയുടെ ഘട്ടത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. മണ്ണിൽ നിന്നെടുത്ത ശരീരം മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. ജീവൻ നൽകിയ കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ് ആ ജീവൻ എത്തിച്ചേരുന്നത്. ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് ദൈവം ആത്മാവാകുന്നു എന്നാണ്. പരിശുദ്ധനായ പൗലോസ് തന്റെ ലേഖനത്തിൽ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മാവിനെ കുറിച്ച്. ആ ഒരു വലിയ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ഏതു മനുഷ്യനിലും അകത്തെ മനുഷ്യൻ, ആത്മാവ് മനുഷ്യനിൽ ജീവിക്കുന്നു. ശരീരം തളരുമ്പോഴും, ശരീരം ക്ഷീണിക്കുമ്പോഴും, ശരീരം നിർജീവമാകുമ്പോഴും അകത്തെ മനുഷ്യനും ആത്മാവും അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്ന ഏത് മനുഷ്യനും, ദൈവാത്മാവ് നടത്തുന്ന ഏത് മനുഷ്യനും കുറിച്ചും 8-ാമത്തെ അധ്യായത്തിൽ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുകയാണെങ്കിൽ നാം ദൈവമക്കളാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യനെ നടത്തുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ കുറിച്ച് തിരുവചനം പറയുന്നത് അവർ ദൈവത്തിൻ്റെ മക്കളാകുന്നു. മക്കളാകുന്നെങ്കിൽ നാം അവകാശികളാണ്. ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദൈവത്തിൻ്റെ അവകാശികളാണ്. പൗലോസ് ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർത്ത് പറയുന്നു, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികൾ. ഈ ഭൂമിയിൽ ഈശ്വരൻ, സർവേശ്വരൻ നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലുണ്ടെങ്കിൽ നാം മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദൈവത്തിൻ്റെ അവകാശികളാണ്. ഭൂമിയിൽ നമുക്കറിയാം, മാതാപിതാക്കൾ എന്ത് സ്വത്ത് സമ്പാദിച്ചാലും അതിൻ്റെ അവകാശികളാരാണ്? മക്കളാണ്. അവരെന്തെങ്കിലും കടം വരുത്തിയാൽ അതിൻ്റെ അവകാശികളാരാണ്? മക്കൾ തന്നെയാണ്. മാതാപിതാക്കൾ നമുക്ക് തരുന്ന എല്ലാത്തിൻ്റെയും അവകാശികൾ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ അവകാശികളാണ്. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികൾ. ക്രിസ്തുവിന് എന്തെല്ലാം ദൈവഭവനത്തിൽ അവകാശമുണ്ടോ അതിൻ്റെയൊക്കെ ഒരു പങ്ക് മനുഷ്യജീവിതത്തിൽ നമുക്കുമുണ്ട്. കർത്താവ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ഉയർപ്പിൻ്റെ മക്കളാണ് നമ്മൾ, ഉയർപ്പിൻ്റെ അവകാശികളാണ്. കർത്താവിൻ്റെ ആ വിശുദ്ധിയിൽ നമുക്ക് പങ്കാളിത്തമുണ്ട്. ദൈവത്തെക്കുറിച്ച്, ദൈവപുത്രനെ കുറിച്ച് പറയുന്നവൻ നിത്യപുത്രൻ എന്നാണ്. നിത്യ ലോകത്തിൽ, നിത്യരാജ്യത്തിൽ ഒരു നിത്യജീവന്റെ അവകാശികളാണ് നമ്മൾ. തിരുവചനം നമ്മളെ ധാരാളം കാര്യങ്ങളെക്കുറിച്ച്
പുതിയ കാര്യങ്ങളെക്കുറിച്ച്, നിലനിൽക്കുന്ന കാര്യത്തെക്കുറിച്ച്, നിത്യജീവനുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തിരുവചനത്തിൽ പൗലോസ്ലീഹ തന്നെ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ താൽക്കാലികമായ ജീവിതത്തിൽ നമുക്ക് ധാരാളം കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും വരാനിരിക്കുന്ന ലോകത്തിലെ നാം അനുഭവിക്കാൻ പോകുന്ന തേജസ്സിനെ കുറിച്ച് വിചാരിച്ചാൽ നാം പ്രത്യാശിക്കുന്നെങ്കിൽ ഈ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെ നമുക്ക് സാരമില്ല എന്ന് എണ്ണാൻ സാധിക്കും. ഈ അമ്മയെ നമ്മൾ യാത്രയാക്കുമ്പോഴും ഈ ഒരു വലിയ പ്രത്യാശ നമുക്കുണ്ടാകണം. പൗലോസ് തന്റെ വചനത്തിലൊക്കെ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. മണ്മേന്റെ സാദൃശ്യം ധരിച്ചതുപോലെ നമ്മൾ സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും. ഈ ഭൂമിയിൽ നമുക്ക് ഒരു ജഡശരീരമുണ്ട്. അത് രോഗത്തിന്, ആപത്തിന്, പാപത്തിന് ഒക്കെ ക്ഷയത്തിന് വിധേയമാകുന്ന ഒന്നാണ്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് ഉള്ള കാര്യത്തെക്കുറിച്ചുകൂടി നമ്മെ ഓർപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ്. ക്ഷയമില്ലാത്ത, വാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത നിലനിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കൂടി നമ്മെ ദൈവം ആക്കി തീർക്കുന്നു എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് ഓർക്കണം. ആ പ്രത്യാശയോടുകൂടി ഈ മാതാവിനെ യാത്രയാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവിൻ്റെ ജന്മപ്പെരുന്നാളൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞ സന്ദർഭമാണ്. നമ്മൾ ആരാധനയിൽ പങ്കുകൂടി. യേശുദമ്പുരാനെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത് അവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നാണ്. ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ധൈര്യവും സമാധാനവും പ്രത്യാശയും. അകലങ്ങളിലായിരിക്കുമ്പോഴും അടുത്തായിരിക്കുമ്പോഴും ഏകാന്തതയിലായിരിക്കുമ്പോഴും എല്ലാവരും കൂടെയുള്ളപ്പോഴും ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും എല്ലാം ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നാണ് അവൻ്റെ നാമം. ഇപ്പോൾ ആഴ്ച പ്രമ്യോനിൽ നമ്മുടെ പിതാക്കന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാങ്ങിപ്പോയവർ അവർ തിങ്ങിപ്പാർക്കുന്ന പാതാളത്തിൽ കർത്താവ് ആ സുവിശേഷത്തിന്റെ ശനിയാഴ്ച അവിടെ ചെല്ലുമ്പോൾ ആദാം ഞെട്ടിത്തിരിക്കുകയാണ്. അതുവരെ കേട്ടിട്ടില്ലാത്തൊരു ശബ്ദം, വേദനയിൽ കേട്ട ഒരു ശബ്ദം, തമ്പുരാന്റെ ശബ്ദം അവിടെ കേൾക്കുക. തിരുവചനത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത് പാതാളമെന്ന് സ്വർഗമായി എന്നാണ്. മരിച്ചവർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് പാതാളം. പക്ഷെ ആ പാതാളത്തിലും യേശുദമ്പുരാൻ ഇറങ്ങി ചെല്ലുമ്പോൾ പാതാളം ദൈവ സാന്നിധ്യം കൊണ്ട് സ്വർഗമാവുകയാണ്. നമ്മുടെ വാങ്ങിപ്പോരുടെ അടുത്ത് ദൈവം അവരോടുകൂടി ഉണ്ട് എന്നുള്ളത് നമ്മുടെ പ്രത്യാശയാണ്. ഉദാശകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് അവരിൽ വസിക്കുന്നു, അവർ കർത്താവിൽ വസിക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. ദൈവം അവരോടുകൂടെയാണെങ്കിൽ അവർ നരകത്തിലേക്കല്ല പോകുന്നത്, അവർ പാതാളത്തിലേക്കല്ല പോകുന്നത്, ദൈവ സംസർഗത്തിലേക്കാണ്. ഈ ബോധ്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് യാത്രയേക്കാം. കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്നുള്ളത് ദൈവകരങ്ങളിലേക്കാണ് ഈ അമ്മയെ വിട്ടുകൊടുക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ ദൈവം കൃപയും സഹായവും നൽകട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള ഈ പള്ളിയിലെ എൻ്റെ വൈദിക ശുശ്രൂഷയിൽ ഈ പ്രിയ ഭവനവും പ്രിയ തോമാച്ചായനും കുടുംബവും ഒക്കെ കാണിച്ചിട്ടുള്ള നല്ല സ്നേഹവും കരുതലും ആത്മീയ അനുഭവങ്ങളും ദേവാലയത്തോടും അതിൻ്റെ എല്ലാ വളർച്ചയോടും കാണിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് പൗരോഹിത്യ പാരമ്പര്യത്തിൽ നല്ല ശിക്ഷണത്തിൽ അഭ്യസിച്ചിട്ടുള്ള ഈ കുടുംബാംഗങ്ങൾക്ക് ദൈവം അതിനുള്ള കൃപയുമൊക്കെ ധാരാളം നൽകിയിട്ടുണ്ട്. വൈദികരോടുള്ള നല്ല സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുന്നതിന്, ദേവാലയവും ദൈവികവുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിന് ഒക്കെ, പള്ളിയുടെ നല്ല കാര്യങ്ങൾക്കൊക്കെ അതിൽ പങ്കാളിത്തം വഹിക്കുകയൊക്കെ ചെയ്തത് തോമാച്ചായനും മകനും കുടുംബവും എല്ലാവരും. പ്രിയ ഷൈനി സ്കൂളിലെ അധ്യാപികയായും ഈ ഇടവകയ്ക്ക് നൽകിയിട്ടുള്ള നല്ല സേവനങ്ങളും ഈ ദേവാലയത്തിന് നൽകിയിട്ടുള്ള നല്ല സേവനങ്ങളുമൊക്കെ വികാരിയച്ഛനെ സ്മരിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. എന്നാലും ആ സമയത്ത് ഇടവകയ്ക്ക് നൽകിയ എല്ലാ നല്ല അനുഭവങ്ങളെയും ഈ സമയത്ത് ഓർത്തും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ദൈവം പ്രത്യാശയും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നൽകും. അനുഗ്രഹീതരായ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ദൈവം തന്ന ആയുസ് അനുഗ്രഹകരമായി ജീവിച്ച ഈ അമ്മയെ ദൈവസന്നിധിയിലേക്ക് യാത്ര അയക്കുന്നു.
അമ്മമാരുടെ വേർപാട് മക്കളെ സംബന്ധിച്ച് വേദനയുണ്ട്. പക്ഷെങ്കിൽ നല്ല ശുശ്രൂഷ കൊടുക്കുവാൻ ഈ ജീവിതാനുഭവങ്ങളിൽ ചെയ്യേണ്ട കടമകളൊക്കെ അനുഗ്രഹമായിട്ട് നിർവഹിക്കാനൊക്കെ ഇവർക്ക് കഴിഞ്ഞു. പ്രത്യേകിച്ച് കുറച്ചു നാളുകളായി വാർദ്ധക്യ സംബന്ധമായ പ്രയാസത്തിലായിരുന്നു. സുബോധത്തോടെ തൈലാഭിഷേക ശുശ്രൂഷ സ്വീകരിക്കാൻ, കർത്താവിന്റെ ശരീര രക്തങ്ങളൊക്കെ അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞു. പ്രത്യേകിച്ച് പിതാവും മക്കളൊക്കെ അല്പം പ്രയാസം കാണുമ്പോൾ അറിയാൻ വേണ്ടി വെച്ചാൽ ജോർജ് അച്ഛൻ ഓടി വരും, ഞങ്ങളെ അറിയിക്കും, ഞങ്ങൾ വരും. 2 ദിവസം മരിക്കുന്നതിന്റെ തലേദിവസം വരും ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. കാരണം ഈ അമ്മയ്ക്ക് കിട്ടേണ്ടതെല്ലാം കൊടുക്കുവാനായിട്ട് ഭംഗിയായിട്ട് ഈ ഭവനം ശ്രദ്ധിച്ചു. പ്രത്യേകിച്ച് ഇന്ന് മാതാപിതാക്കളൊക്കെ ശുശ്രൂഷിക്കാൻ പലപ്പോഴും മക്കൾക്ക് കഴിയാതൊക്കെ പോകുന്നു. ഈ ഭവനം എല്ലാവരും മക്കളും മരുമക്കളൊക്കെ വന്ന് നല്ലതായിട്ട് ശുശ്രൂഷിക്കുവാനൊക്കെ കഴിഞ്ഞു. തീർച്ചയായും ഇടവയെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷം. കാരണം നമ്മുടെ പ്രായമായവർ ശുശ്രൂഷിക്കുക നമ്മുടെ വലിയൊരു കടമയാണ്. ദൈവം ഈ അമ്മയുടെ ആത്മാവിനെ ഇമ്പങ്ങളുടെ പർദീസിൽ വിശ്വസിക്കട്ടെ. കടപ്രഭാഗത്തെ ആത്മീയ പ്രസ്ഥാനങ്ങൾക്ക് കാരണം വലിയ വലിയ ഇടവയ്ക്ക് ഈ ഭവനം നൽകുന്ന എല്ലാ കൈത്താങ്ങളുടെ പ്രവർത്തനങ്ങള് ഇടവക നന്ദിയോട് ഓർക്കുന്നു. ഈ അമ്മയുടെ ആത്മാവിനെ ദൈവം ഇമ്പങ്ങളുടെ പർദീസിൽ വിശ്വസിക്കട്ടെ. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബങ്ങൾക്ക് ദൈവം ആവശ്യമായ സമാധാനം പ്രത്യാശ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കൾ പ്രത്യാശയുടെ ചുംബനം നൽകുന്ന ഭൗതിക ശരീരം ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്ന ക്രമീകരണം അറിയിക്കുകയാണ്. ഏറ്റവും മുമ്പിൽ കായിക സംഘത്തിലെ വാഹനം, അതിന്റെ പിന്നിൽ മറ്റു വാഹനങ്ങൾ. ദേവാലയത്തിലേക്ക് പോകുവാൻ എല്ലാവർക്കും വാഹനമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സ്വന്തമായി വാഹനമില്ലാത്തവർക്ക് ഇവിടുന്ന് വാഹനം ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷയ്ക്ക് കൊട്ടാരക്കര പനൂർ ഭദ്രാസന വിമൻ അതിന് ഡോക്ടർ യുഹാനും മത്തേവദിയോസ് മെത്രാപ്പോലീത്ത തിരുവനന്തപുരത്താണ് കാർമുഖത്വം വഹിക്കുന്നത്. അതുകൊണ്ട് ചുംബനം കൊടുക്കുന്നവർ മാത്രം ഇവിടെ നിന്ന്, അല്ലാത്ത റോഡിലേക്ക് ഇറങ്ങി ആ പോകുന്ന ക്രമീകരണങ്ങൾ പങ്കുചേരുക എന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. വത്സലരേ ദൂരത്തെന്തിനു നിൽക്കുന്നെൻ അരികിൽ വരിൻ ശ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ. സങ്കട കീർത്തനമെൻ പേർക്കായി പാടിടുവിൻ. മൃതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ
ചെയ്യുവാൻ വന്നില്ലാരും. വിളിക്കൂട്ടുന്നോർക്കായി വെളിവാകും നാഥ, നിൻ ദൈവികമാം വലഭാ